എല്ലാവർക്കും നമസ്കാരം. ജയ് ശ്രീറാം. ഇന്ന് അയോധ്യയിൽ 500 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു രാജ്യത്തിൻ്റെ അധിനിവേശത്തിൻ്റെ മുറിവുകൾ തുടച്ചു മാറ്റാൻ വേണ്ടി ഇന്ന് രാജ്യത്ത് രാമരാജ്യം ഉയരുന്നതിൻ്റെ മുന്നോടിയായി രാമരാജ്യത്തിൻ്റെ പതാക ഇന്ന് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ നരേന്ദ്രമോദി വെച്ചു. ഓൾറെഡി ഈ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഫ്രൻ കളറിലുള്ള ഇന്ന് രാജ്യം കാവി അണിഞ്ഞു എന്ന് പറയാം. ആ കാവിക്കൊടി ഉയർത്തിയതിൻ്റെ ആ കാവിക്കൊടിയിൽ ഓം എന്നുള്ള അക്ഷരവും അതൊരു വെറും അക്ഷരമല്ല. ഓം എന്നുള്ളത് കോസ്മിക് പവറാണ്. ഈ സർവപ്രപഞ്ചത്തിൻ്റെ ശക്തിയും ഉന്മേഷവും അതിൻ്റെ കൾച്ചറും സ്പിരിച്വാലിറ്റിയും ആത്മീയതയും അടങ്ങിയിട്ടുള്ള ഓങ്കാര ശബ്ദത്തിൻ്റെ ഓം എന്നുള്ള അക്ഷരവും കൊടിയിൽ വന്നു. അതുപോലെ കോവിധാര ട്രീയുടെ മരത്തിൻ്റെ പിക്ചറുമാണ് ആ കൊടിയിലുള്ളത്. കോവിധാര എടുത്തതിൻ്റെ കാരണം അതൊരു ആത്മീയത നിറഞ്ഞ വാൽമീകി രാമായണത്തിലും മഹാഭാരതയിലും അങ്ങനെ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ്. അത് വലിയ മരമായി വരുന്ന ഈ കോവിധാര ട്രീക്ക് ഒരുപാട് മൂല്യങ്ങളുണ്ട് ശാസ്ത്രീയമായിട്ട്. അത്രയും സ്പിരിച്വലി അവർ അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ശാസ്ത്രം വരെ തെളിയിച്ച ഒരിതാണ്. മന്ദാരത്തിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ആ ചെടിയുടെ പിക്ചറുമുള്ള കാവിക്കൊടിയിലുള്ള ജയ് ശ്രീറാം വിളിയോടെ ഇന്ന് അയോധ്യയിൽ രാമരാജ്യത്തിന് തുടക്കമിട്ടു. രാമരാജ്യം പറയുമ്പോൾ സത്യത്തിൻ്റെ രാജ്യം, രാമൻ ഭരിച്ച രാജ്യം ആയിരുന്നു. സത്യവും നീതിയും ഉണ്ടായിരുന്ന രാമരാജ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് തന്നെ ഗാന്ധിജി പോലും പറഞ്ഞതാണ്. അപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ സൂര്യ തേജസ്സായ നരേന്ദ്രമോദിക്ക് തന്നെ സാധിച്ചു. ഒരു ആത്മീയതയുടെ ഒരു രൂപമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ ധർമ്മം എവിടെ അവസാനിക്കുന്നു അവിടെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും. ആ രൂപത്തിൽ വന്ന ആളാണോ നരേന്ദ്രമോദി? അപ്പോൾ എല്ലാം നമ്മൾ തന്നെ സ്വയം പറയുക. എന്തായാലും നമ്മൾ ഇതൊരു മറുപടിയാണ്, ലോകത്തിനുള്ള മറുപടിയാണ്. ഇന്ന് രാമക്ഷേത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പതാക ഉയരുന്നത്. പണിയെല്ലാം കഴിഞ്ഞു. പലരും പരിഹസിച്ചു. എന്ത് ചെയ്തു? അവിടെ പല ക്രിയകൾ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഈ ക്ഷേത്രത്തിൽ അന്ന് ആ രാമൻ ജനിച്ചപ്പോൾ ധർമ്മജ്വര ഉയർത്തി. ഇന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ധർമ്മജ്വര വീണ്ടും അയോധ്യയിൽ വന്നെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാം വിജയമാണ്, ശക്തിയാണ്, ഭാരതത്തിൻ്റെ ശക്തിയാണ്. ഭാരതം ലോകത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ശക്തി ഇതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അധിനിവേശക്കാർ ചവിട്ടി മതിച്ച് ഇല്ലാതാക്കിയ ബാബർ വന്ന് നശിപ്പിച്ച ലവകുശന്മാർ 1528 നിർമ്മിച്ച ക്ഷേത്രമാണ് ഈ രാമക്ഷേത്രം ഉണ്ടായിരുന്നത്. അത് ബാർബർ വന്നു അതിക്രമങ്ങൾ കൊണ്ട് അവിടെ പള്ളി പണിഞ്ഞു എല്ലാമാക്കി. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഭാരതം എടുത്തത് 500 വർഷമാണ്. ആ 500 വർഷത്തിൽ 500ാമത്തെ വർഷം ഇത് കാണാൻ നമ്മളും ഈ ലോകത്ത് ഉണ്ടായിരുന്നുള്ളത് ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. ഒരു ദേശസ്നേഹത്തിൻ്റെ അവസാനത്തെയും ആദ്യത്തെയും വാക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നഷ്ടപ്പെട്ട അധിനിവേശക്കാർ ഇല്ലാതാക്കിയ സംഗതികൾ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് കിട്ടുക. അതിനുള്ള എല്ലാ തെളിവുകളോടെ ഇതൊരു രാമക്ഷേത്രമാണെന്നുള്ള തെളിവുകൾ 100 കണക്കിന് അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഇന്ന് രാമക്ഷേത്രം പണിതു. അതിൻ്റെ പണി കഴിഞ്ഞു. ഇന്ന് എല്ലാ അനുഗ്രഹത്തോടെയും ഭഗവാൻ ബജ്രംഗി ബലിയുടെ ശക്തിയോടെയും ഒക്കെ തന്നെ ഇന്ന് നരേന്ദ്രമോദി ധർമ്മജ്വര അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മുകളിൽ പാറിക്കളിച്ച് നിൽക്കാൻ എത്തിച്ചു. ഇന്ന് അയോധ്യൻ്റെ മേലെ പാറിപ്പറന്ന് നമ്മുടെ സാഫ്രൻ കളർ കൊടി ഉണ്ടാവും. ഇന്ന്
ഇന്ന് ഭാരതം കാവി പൊതിച്ചു. അതുകൊണ്ടാണ് കാവിയിൽ തന്നെ ഇരുന്ന് ഇത് പറയണം. കാരണം കാവി എന്ന കളറിനുള്ളൊരു ശക്തിയുണ്ട്. അതിനെപ്പറ്റി പരിഹസിക്കണവരോട് എനിക്ക് ചോദിക്കാൻ, എന്തുകൊണ്ട് നിങ്ങൾ ഈ കാവിയുടെ ശക്തി തിരിച്ചറിഞ്ഞില്ല? അതാണ് ഭാരതത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ഇനി ഈ രാജ്യം സുരക്ഷിതമാണ്. രാമരാജ്യത്തിൻ്റെ ശക്തിയേകി രാമരാജ്യം വന്നു. ജയ് ശ്രീറാം.